കദളി നാരങ്ങ കൊണ്ട് അടിപൊളി നാരങ്ങക്കറി ഉണ്ടാക്കാൻ പോവുക. അഥവാ പുളിങ്കറി, നാരങ്ങക്കറി അല്ലെങ്കിൽ പുളിങ്കറി അത് ഉണ്ടാക്കാൻ പോവുക. അതിന് വേണ്ടിയിട്ട് മുറിക്കുക നാരങ്ങ. കുരു കളഞ്ഞിട്ടില്ലേ? കറിക്ക് വേണ്ടുന്ന പുളിവെള്ളം ഉണ്ടാക്കുന്നു. ഇത്തിരി പുളിവെള്ളം വേണം നാരങ്ങക്കറിക്ക്. അതിന് നല്ലോണം പുളി വേണ്ടി പിഴിഞ്ഞിട്ട് വെള്ളം എടുക്കണം. പുളീൻ്റെ എന്നിട്ട് അതത്ര മതി. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട് ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക. റെഡി. ശരി, മുളക് പൊടി. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചിടുന്നുണ്ട്, ഒരു ചെറിയ പീസ്. ഒരു ചെറിയ പീസ് ഇഞ്ചി. പിന്നെ ഒരു 3-4 പച്ചമുളക്. പച്ചമുളക്. പിന്നെ ഒരു 3-4 തണ്ട് കരിവേപ്പില കഴുകിയിട്ട് ഇടുക. ഇതിലേക്ക് നാരങ്ങ ഇടുന്നത് തിളച്ചു വെന്തു. പച്ചമുളകും ഇഞ്ചിയെല്ലാം നല്ലോണം തിളച്ചു, പുളിയെല്ലാം നല്ലോണം തിളച്ചു. ഇനി അതിലേക്ക് നാരങ്ങ ഇടുക. നാരങ്ങ ഇട്ടു നല്ലോണം ഇളക്കിയിട്ടൊരു കുറച്ചൊരു നല്ലോണം ഇളക്കാം. അധികം വേവാൻ പാടില്ല. വെന്ത് ഇതാകുമ്പോൾ കയറ്റി വരും. മതി. വെള്ളം ഇട്ടിട്ട് അതറിഞ്ഞിട്ട് വെള്ളം ഇട്ടിട്ട് അതറിയട്ടെ. നമുക്കിത് ഓഫാക്കി വെക്കാം. മതി, അത് ഓഫാക്കി. അരി ഇതേപോലെ അരി വറുത്തിട്ട് കൊടുക്കാം. അതിൻ്റെ അരി അരിവും ഒലിവയും കൂടി വറുത്ത് പൊടിച്ചിട്ട് വറുക്കും. നല്ലപോലെ പൊരിഞ്ഞിട്ടാണ് അത് മിക്സിയിൽ അടിച്ചിട്ട് പൊടിച്ചിട്ട് നാരങ്ങക്കറിയിൽ ചേർക്കാം. അപ്പോൾ നല്ല കട്ടി വരും. വെള്ളം കട്ടി വരും. ഇനി ഇതിലേക്ക് അരിപ്പൊടിയും അരിപ്പൊടിയും ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല ഇളക്കി യോജിപ്പിക്കും. നാരങ്ങക്കറി റെഡി. ഇനി വറുത്തിട്ടാൽ ഇത്ര കട്ടി പോലെ അല്ലേ നാരങ്ങക്കറി ഇതായിട്ട്. ഉലുവ, കായ്മുളക്, പിന്നെ തേങ്ങാക്കൊത്ത്,
ഇതിലേക്കാണ് കിട്ടുന്നത് നാരങ്ങക്കറിയിലേക്ക്. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് ചേർക്കാം. നാരങ്ങക്കറി റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കും. എല്ലാവർക്കും അറിയാം.